രംഗബോധമില്ലാത്ത കോമാളിയെന്നോ അതെ ഇത്തരം മരണത്തെ അല്ലെങ്കിൽ മരണങ്ങളെക്കുറിച്ച് മാത്രം പറയാലോ. ഇവിടെ കാലൻ വിശുദ്ധനായി വന്ന് കാലമായി തീർന്നു. മനുഷ്യനാണെങ്കിൽ നാം അകാലത്തിൽ പൊലിഞ്ഞു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പോയി എന്നോ, അകാലത്തിൽ പോയി എന്നതിന് നമ്മൾ നേരത്തെ മരിച്ചുപോയി, അദ്ദേഹം ആ സമയത്തല്ല മരിക്കേണ്ടിയിരുന്നത്, ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിൽ അതിശയോക്തി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ പറയും, അകാലത്തിൽ നേരത്തെ മരണപ്പെട്ടു പോയി. മനുഷ്യനാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും, ഇത്തിരി പൊലിപ്പിക്കുകയും ദീർഘശ്വാസം എടുക്കുകയൊക്കെ ചെയ്യും. ഇനി അവരുടെ ജീവിതം എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാത്തിരിക്കാൻ വേണ്ടി വിദേശങ്ങളിൽ നിന്ന് അറിയിപ്പ് കൊടുക്കുകയും വിദേശങ്ങളിൽ അറിയിച്ച ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർക്ക് വരാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കും. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നമ്മളത് എടുത്ത് വെച്ചിട്ട് കാത്തിരിപ്പ് തുടരുക തന്നെ ചെയ്യും. പൂച്ചകളോ ജീവികളോ പ്രാണികളും കിളികളും മറ്റ് ഇതര സംവിധാനങ്ങളുടെ മരണങ്ങളെ നമ്മളെങ്ങനെയാണ് വിലയിരുത്താറുള്ളത്? ആ ജീവിത രീതികളിൽ വ്യത്യസ്തതയുണ്ടല്ലോ. നമ്മളുമായിട്ട് ഇണങ്ങുന്ന പല ജീവികളുണ്ടാവും, പക്ഷെ അത് കരുതി നമ്മളെ മരണത്തിൽ അതിൽ അത്ര സംവിധാനങ്ങൾക്ക് വിഭിന്നമായിട്ട് ഉള്ള കർമ്മങ്ങളും പരിപാടികളൊക്കെയാണ് ആസൂത്രണം ചെയ്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇന്നത്തെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ കഥയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനുഭവം, ഈ കരിമ്പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പറയാനുള്ളത്. എൻ്റെ അയൽവാസി ഖദീസുമ്മയാണ് ഈ കാര്യം എന്നോട് പറയുന്നത്. അവിടെ ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ കേട്ടോ. എൻ്റെ പെങ്ങളുടെ കുട്ടിയായ ഋതുവിനോടാണ് പറയുന്നത്. കാക്കുവിനോട്, അമ്മാവനോട് ഈ വിവരം പറഞ്ഞിട്ട്, അമ്മാവനെ ഈ വിവരം പറഞ്ഞിട്ട് അറിയിക്കാൻ ഏൽപ്പിക്കായിരുന്നു, ഇങ്ങനൊരു മരണം നടന്നിട്ടുള്ളത് എന്നുള്ളത് അറിയിക്കാൻ ഏൽപ്പിക്കുക ചെയ്തിട്ട്. ഞാനിത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്നെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഭാഗവത്താകാൻ പോവുകയാണല്ലോ. ഈ മരണം ഞാൻ വളർത്തിയ പൂച്ചയൊന്നുമല്ല കേട്ടോ ഇത്. ഞാൻ വളർത്തുകയോ അല്ലെങ്കിൽ ഞാൻ ഇതിനെ പരിപാലിക്കുകയോ ചെയ്ത ഒരാളല്ല. ഇടയ്ക്കെപ്പോഴോ ഇങ്ങൊക്കെ വീട്ടിലോ അവിടെ ഇവിടെയൊക്കെ വന്ന് പോകുന്നുണ്ട് എന്നല്ലാതെ ഞാനിതിൻ്റെ അവകാശിയല്ല. എന്നിട്ടും എന്നോടാണ് ഈ ഒരു ജീവിയുടെ മരണാനന്തര ചടങ്ങിൽ ഏർപ്പെടാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഏൽപ്പിക്കപ്പെടുന്നതോടുകൂടി തന്നെ അത് എന്തായാലും പുറത്ത് കിടന്ന വീടിനടുത്ത് ഇങ്ങനെ കിടന്നാൽ അതിൽ സ്മെല്ല് വരികയും വളരെയധികം ദുർഗന്ധം വമിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ ചെന്ന് നോക്കുമ്പോൾ ചേതനയറ്റ ദേഹമാണ് അവിടെ ഉള്ളത്. ആ ചേതനയറ്റ ശരീരമാണ് അത് മരണപ്പെട്ട് അത് കുറച്ച് സമയമായിട്ടുള്ളൂ. അവർ എവിടേക്കോ വീടിനകത്തൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്നിട്ട് അവർ പുറത്തിട്ടതാണ്. നമ്മൾ അതിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടി അവർ പുറത്തിട്ടാണ്. എന്നിട്ടാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചെന്ന് നോക്കുന്ന സമയത്ത് മരണപ്പെട്ടാണ്. ആരെയും വിവരം അറിയിക്കാനും ഇല്ലാത്തതിന് ആരും വരാനില്ല. ആരെങ്കിലും വരാനുണ്ടോ? ഇങ്ങനെ ഒരു പൂച്ച ചത്താലോ ഇത്തരം ജീവികൾ മരണപ്പെട്ടാലൊക്കെ ആരെങ്കിലും വരാനുണ്ടോ? ആരെയും വിവരം അറിയിക്കാനും ഇല്ലാത്ത അവസ്ഥ. അമ്മായിയോ വല്യമ്മയോ എളാപ്പന്മാരോ ഉണ്ടാകുമോ എന്തോ. ഇവർക്ക് ഇനി ബാക്കി ഇവരെ കൂട്ടക്കാരോ കൂട്ടുകുടുംബങ്ങളോ എന്തൊക്കെയോ ഉണ്ടാവുമോ എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്കതിനെപ്പറ്റി അറിവില്ല. ഇങ്ങനെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയിക്കണം എന്താ അറിയില്ല. ഒരു കാലില്ലാ പട്ടിയും ഒരു കാക്കയും മാത്രം തിരിഞ്ഞു നോക്കി. അങ്ങനെ ആ വഴിയിൽ പോയപ്പോൾ അവർ മാത്രം അവിടെ വന്ന് നോക്കിപ്പോയി. ഒരു കാലില്ലാ പട്ടിയും ഒരു കാക്കയും മാത്രം തിരിഞ്ഞു നോക്കി അങ്ങോട്ട്. മറ്റൊരു പൂച്ചക്കുഞ്ഞു പോലും വന്നില്ല. ഇവർ വിവരം അറിയാഞ്ഞിട്ടോ ഇനി അറിയിക്കാഞ്ഞിട്ടോ ഇവരിഞ്ഞ് കത്തെഴുതി അറിയിക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും ശരി, ഇങ്ങനെ പ്രകൃതിയിൽ ഒരു മരണം നടന്നിട്ട്, ഇത്തരം പൂച്ചയുടെ ഒരു മരണം നടന്നിട്ട് ആരും വന്ന് നോക്കിയില്ല എന്നുള്ളതാണ്. ഒരു പള്ളിയിലും ഒരമ്പലത്തിലും ഒരു പട്ടക്കാരിലും അംഗമല്ലാത്തതിനാൽ അടക്കം ചെയ്യാൻ പോലും സ്വന്തമായി ഇടമല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടമാണുള്ളത്. ഒരമ്പലത്തിലോ ഒരു പള്ളിയിലോ
ഒരു പട്ടക്കാരിലോ അംഗമല്ല, ഒരു ക്രിസ്ത്യൻ പട്ടക്കാരിലും അംഗമല്ലാത്തതിനാൽ, അത് അവരുടെ അംഗമല്ല, ഒരു പള്ളിയിൽ അംഗമായിട്ടില്ല, ഒരമ്പലത്തിൽ അംഗമായിട്ടില്ല, ഇങ്ങനെ ഇതിലൊന്നും അംഗമല്ല. ഇതിലൊന്നും അംഗമല്ലാത്തതിനാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം ദുർഘടമാണ്. കാരണം ഇതിനടക്കാൻ സ്ഥലമില്ല, മെമ്പർഷിപ്പ് കൊടുക്കുകയോ പുതുക്കുകയോ ചെയ്യാത്തതിനാൽ സ്വന്തമായി ഇടമില്ല. ഇന്നേ വരെ ഒരാധാരവും സ്വന്തമല്ല, സ്വന്തമായിട്ടൊരാധാരമില്ല. ഇന്നേ വരെ ഒരു പാർട്ടിയുടെ നേതാവും മെമ്പറും അല്ലാത്തതിനാൽ ഒരവധിയുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയോ അതിലുള്ള നേതൃത്വ സ്ഥാനം വഹിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യാത്തതിനാൽ അധികാര സ്ഥാനങ്ങളിലൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ ഒരു മരണത്തിന് ദുഃഖം നിറഞ്ഞ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ദുഃഖം നിറഞ്ഞ കരിങ്കൊടിയുമില്ല. അവർ ദുഃഖത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നില്ല. മരണപ്പെട്ട വീട്ടിൽ തന്നെയാണ് മണ്ണ് വെട്ടി കുഴിച്ചു മൂടിയത്. ഞാൻ അതിൽ അവിടെ തന്നെയാണ് മണ്ണ് വെട്ടിയിട്ട് അവിടെ തന്നെയാണ് കുഴിച്ചു മൂടിയത്. ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. മുകളിൽ വലിയൊരു കല്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ മുകളിൽ കല്ല് വെച്ചാൽ എന്താ വെച്ചാൽ മറ്റേതെങ്കിലും ജീവികൾ വന്നിട്ട് മാന്തിയെടുത്ത് അത് പുറത്തിട്ട് അതിൻ്റെ സ്മെല്ല് വമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കല്ല് വെച്ചു എന്നുള്ളൂ. ഏത് തരം ചടങ്ങാണ് ഇവർക്ക് വേണ്ടി നടത്തപ്പെടാറുള്ളത്? ഈ പൂച്ചയുടെ കൊലച്ചോറ് തിന്നാനും ആരും വന്നതുമില്ല, ആരും തിന്നതുമില്ല. അങ്ങനെ തിന്നാൻ ഇതിൻ്റെ അതായത് സാത്തം തിന്നാൻ വേണ്ടി, ഇതിൻ്റെ കൊലച്ചോറ് തിന്നാൻ വേണ്ടി, ഇതിൻ്റെ മരണച്ചോറ് തിന്നാൻ വേണ്ടി ആരും തിന്നതുമില്ല. അങ്ങനെ ഒരു മരണച്ചോറ് തിന്നാനുമില്ല, ആരും വന്നതുമില്ല. അങ്ങനെ ഒരു മരണച്ചോറ് തിന്നാനുമില്ല. പിന്നെ ഇതിലിങ്ങനെ നോക്കുമ്പോൾ പൂച്ചക്കെന്ത് മതം, പൂച്ചക്കെന്തൊരു പാർട്ടി, അവരിതൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. അവരുടെ ലോകം വിഭിന്നമാണ്. പൂച്ചക്കെന്ത് മതം, നമ്മുടെ മതത്തെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ല. പൂച്ചക്കെന്തൊരു പാർട്ടി, നമ്മളെ പാർട്ടിയെ പറ്റിയും അവർക്ക് യാതൊരുവിധ അറിവില്ലല്ലോ. അവരിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മളെ ഇന്ന പാർട്ടിയാണെന്നോ നമ്മളിന്ന മതമാണെന്നോ അവരറിഞ്ഞിട്ടുമില്ല. അവരും ജീവിച്ചെങ്ങനെ മരിച്ചു പോകുന്നു. അങ്ങനെ ആ പൂച്ചയുടെ ചടങ്ങൊക്കെ നടത്തിയിട്ട് ഞാൻ നന്നായിട്ട് പോയിട്ടൊന്ന് കുളിച്ചു കയറിയിട്ടോ. ഇതാണ് ഈ കഥയിൽ, ഈ പൂച്ചയുടെ കഥയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.